നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവരും വോട്ട് ചെയ്യാൻ പോയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും രാവിലെ തന്നെ പോയി നമ്മുടെ വോട്ട് രേഖപ്പെടുത്തുക. നമുക്കിടെ നമ്മളെല്ലാവരും ഒന്നാണെന്ന് തോന്നുന്ന ചില നിമിഷങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ വോട്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ ആ ക്യൂ നിൽക്കുന്ന നിമിഷം. അതിനകത്ത് വലിയവരോ ചെറിയവരോ ഒന്നുമില്ലെന്ന് മനസ്സിലാക്കുന്ന ഒരു നിമിഷം. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ രാവിലെ ടി വി ഒന്ന് ഓൺ ചെയ്ത് നോക്കണം. എന്നാലും ടി വി ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഇന്നലെ തൊട്ടേ വരുന്ന ട്രോളെന്ന് പറഞ്ഞാൽ, പണ്ട് കാവ്യ മാധവൻ പറഞ്ഞ പോലെ നേരെ പോയി വോട്ട് ചെയ്യാൻ പോയതും ഒരു ചേട്ടൻ അതിനെതിരെ തർക്കിച്ചതും ഉള്ള കാര്യങ്ങൾ ഇപ്പോഴും ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അത് ഇടയ്ക്കിടയ്ക്ക് ഈ എല്ലാ ഇലക്ഷൻ ആകുമ്പോഴും വരുന്നു എന്നുള്ളതാണ്. പക്ഷേ മറ്റുള്ളവരൊക്കെ അത് കണ്ടിട്ടായാലും അല്ലെങ്കിലും, എനിക്കൊന്ന് മമ്മൂട്ടി മോഹൻലാലും ആണെങ്കിൽ പോലും അങ്ങനൊന്നും ചെയ്യില്ല. അവർ ക്യൂ നിന്ന് തന്നെ ചിലപ്പോൾ വോട്ട് ചെയ്യും എന്നാണ് എൻ്റെ ഒരു ധാരണ. ഇനി ആസിഫ് അലിയൊക്കെ എത്രയോ നേരം, എനിക്കൊന്ന് അരമണിക്കൂറോളം പുള്ളി ക്യൂ നിന്നിട്ടാണ് വോട്ട് ചെയ്തത് എന്ന് നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ എല്ലാവരും തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ അതിനകത്ത് വേറിട്ട് കണ്ടൊരു കാഴ്ച, നമ്മുടെ രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിൻ്റെ ചെറുമകനാണെന്ന് തോന്നുന്നു, ഒരു കൊച്ചു കുട്ടിയെയും കൊണ്ടാണ് വോട്ട് ചെയ്യാൻ വന്നത്. അപ്പോൾ ഈ പ്രിസൈഡിങ് ഓഫീസേഴ്സൊക്കെ എന്തൊക്കെയോ കുഞ്ഞിനോട് ചോദിക്കുന്നതൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. വോട്ടുണ്ടോ എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10, 12, 13 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഹസ്ബൻഡിൻ്റെ അമ്മയും കൂടെ വോട്ട് ചെയ്യാൻ വേണ്ടി രാവിലെ ഇറങ്ങുകയാണ്. അപ്പോൾ എൻ്റെ ഇളയ മകനെ, എൻ്റെ LKG UKG പഠിക്കുന്ന സമയമാണ്. 1ാം ക്ലാസ്സിലായിട്ടില്ല, LKGയിലോ UKGയിലോ, സ്കൂളിൽ പോകാൻ തുടങ്ങി എന്തായാലും. അപ്പോൾ അന്ന് എല്ലാ ഇലക്ഷൻ ആകുമ്പോഴും ഞാൻ ഈ കഥ ഓർക്കും. കാരണം അന്ന് ഞങ്ങൾ ഇലക്ഷന് പോകാനായിട്ട് ഇറങ്ങുമ്പം അവൻ ഞങ്ങളോട് ചോദിച്ചു, എവിടെ പോവാ, ഞാനും വരുന്നു പറഞ്ഞു. അപ്പം പറഞ്ഞില്ല, ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകുക, നിനക്ക് വോട്ടില്ല, നിനക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല, അവിടെ നീ വരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞില്ല, ഞാനും വരുന്നു പറഞ്ഞ് വഴക്ക് പിടിച്ചപ്പോൾ വഴക്ക് പിടിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഐഡൻറ്റി കാർഡ് വേണം, അതില്ലാതെ അവിടെ വോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു എന്ത് ഐഡൻറ്റി കാർഡ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാം ഞങ്ങളുടെ ID കാർഡ് എടുത്ത് കാണിച്ചു. ഉടനെ അവന് ഓടി അകത്തോട്ട് പോയിട്ട് അവർ സ്കൂളിലെ അവൻ്റെ ID കാർഡ്, അതായത് ഈ കഴുത്തിലിടുന്ന ID കാർഡല്ലോ, അതും കൊണ്ടുവന്നു. എനിക്കും ID കാർഡുണ്ട്, ഞാനും വോട്ട് ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ ഇറങ്ങി. പിന്നെ ഞങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള പ്രായമല്ലാത്തത് ഞങ്ങൾ അവനെ കൂടെ കൂട്ടി ഇത് പറഞ്ഞ പോലെ തന്നെ ആദ്യം അമ്മ മുമ്പേ പോയി, പിന്നെ ചേട്ടൻ പോയി, അതിൻ്റെ ഇടയ്ക്ക് കൊച്ചുണ്ടായിരുന്നു. പിന്നെ ഞാനുമായിട്ട് ഞങ്ങളിങ്ങനെ ക്യൂ നിന്ന് കയറി അവർ കൊടുത്തു. ഇതുപോലെ ID കാർഡ് കാണിച്ചു, കൈ നീട്ടി കൊടുത്തു, എല്ലാം മഷി കഴിച്ചു. ആ പ്രിസൈഡിങ് ഓഫീസർ സത്യം പറഞ്ഞാൽ അവളെ ഞാനത് പെട്ടെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു. പുള്ളി ഒരു ഭാവമാറ്റമില്ലാതെ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ഈ ID കാർഡ് മേടിച്ച് നോക്കുന്നു, എന്തൊക്കെയോ എഴുതുന്ന പോലെ കാണിക്കുന്നു, എന്നിട്ട് അടുത്തയാളുടെ അടുത്തോട്ട് പറഞ്ഞു വിടുന്നു. അവന് എല്ലാവരും കാണിക്കുന്ന പോലെ തന്നെ അവൻ വിരൽ കാണിച്ചു കൊടുത്തു, അവർ മഷി തേച്ച് വിട്ടു. പിന്നെ അവൻ്റെ ഒരു സമാധാനത്തിന് അവനെ കൂടെ കൊടുക്കണ്ടോ, ഞാൻ അവനെ കൊണ്ടാണ് അന്ന് കുത്തിച്ചത്. അത് ഞാനിപ്പോഴും ഓരോ ഇലക്ഷൻ ആകുമ്പോഴും ഓർക്കുന്ന ഒരു ഭയങ്കര രസകരമായ ഒരു കാര്യമാണ്. കാരണം നമുക്കത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ, ഈ ID കാർഡല്ലെന്നൊന്നും പറഞ്ഞ് മനസ്സിലാക്കാനുള്ള പ്രായമല്ലാത്തതുകൊണ്ട് തന്നെ. പക്ഷേ ഇങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചുമില്ല, അവർ ആ രീതിയിൽ ബിഹേവ് ചെയ്യും എന്ന് നമ്മൾ വിചാരിച്ചില്ല. പക്ഷെ കൊച്ചായതുകൊണ്ട് പുള്ളിയുടെ ആ ഒരു അത് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതേപോലെ തന്നെ ഈ നമ്മുടെ ഇലക്ഷൻ ID കാർഡ് ആധാർ കാർഡ് എടുക്കാൻ പോയ സംഭവത്തും ഇതുപോലെ തന്നെയാണ്. പുള്ളിയും വരുന്ന വഴക്ക് പിടിച്ചു. ഇതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു, ഇവന് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവന് ആ പിള്ളേർ സെറ്റായിരുന്നു അന്നൊക്കെ അവിടെ ഇരുന്നത്, ഈ കമ്പ്യൂട്ടർ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്ന പിള്ളേർ സെറ്റാണ്. അപ്പോൾ ഓരോരുത്തരും കഴിഞ്ഞിട്ട് ഇവനും ബെഞ്ചേ കയറിയിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടി. ആ പിള്ളേരും ഒന്നും ഒരു ഭാവവ്യത്യാസവും കാണിച്ചില്ല. അവൻ്റെ ഫോട്ടോ എടുത്തിട്ട് അതൊരു A4 സൈസ് പേപ്പറിൽ ആ ഫോട്ടോ ഇങ്ങനെ ഫുൾ അവൻ്റെ ആ മുഖം പ്രിൻറ്റ് ചെയ്ത് അങ്ങ് വിട്ടു. പുള്ളി അതുകൊണ്ട് ഹാപ്പിയായി. അപ്പോൾ ഇങ്ങനെ ഈ ഇലക്ഷൻ വരുമ്പോഴേ ഞാൻ ആ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കും. പക്ഷേ എന്നാലും എല്ലാവരും സെലിബ്രിറ്റി ഒന്നുമില്ലാതെ എല്ലാവരും ക്യൂ നിന്ന് തന്നെ വോട്ട് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. കാരണം നമ്മളെല്ലാവരും ഒന്നുപോലെയാണ്, ആർക്കും ഒരു പ്രത്യേകിച്ച് പ്രിഫറൻസ് ഒന്നുമില്ല എന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ വോട്ടിൻ്റെ. മറ്റൊക്കെ എവിടെയാണെങ്കിലും, ഇപ്പോൾ ഒരു അമ്പലത്തിൽ ചോറുണ്ണാൻ വന്നാലും ചിലപ്പോൾ സെലിബ്രിറ്റി വരുമ്പോൾ അവരെ ആദ്യം കയറ്റും, അല്ലേ, അങ്ങനെയൊക്കെ സംഭവിക്കും. മറ്റെവിടെയാണെങ്കിലും അവർക്കൊരു പ്രിഫറൻസ് ഒക്കെ കിട്ടാറുണ്ട് ആർക്കാണെങ്കിലും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഇല്ലാതെ എല്ലാവരും ഒരേപോലെ നിന്ന് വോട്ട് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ വോട്ട് ചെയ്തോന്ന് പറയാം. നിങ്ങൾക്കൊക്കെ ഇതുപോലെ എന്തെങ്കിലും ഇലക്ഷൻ സമയത്ത് എന്തെങ്കിലുമൊക്കെ രസകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഫോളോ ചെയ്യാൻ പറ്റുന്നവർ ഫോളോ ചെയ്യുക, ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. ബൈ.